ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസിന്റെ 4ാമത്തെ ചാപ്റ്ററായ വെബ് ടെക്നോളജിയെ കുറിച്ചാണ്. വെബ് ടെക്നോളജി എന്ന ചാപ്റ്ററിലെ ചെറിയൊരു പോർഷനാണ് നമ്മൾ ഈ പാർട്ടിൽ പഠിക്കുന്നത്. വെബ് ടെക്നോളജി ഈ കാലഘട്ടത്തിലെ വളരെയധികം സാധ്യതയുള്ള ഒരു മേഖലയാണ് വെബ് പ്രോഗ്രാമിംഗ്. വെബ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് ആയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നു മുതൽ പഠിച്ചു തുടങ്ങുന്നത്. വെബ് ടെക്നോളജി എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ പരിചയപ്പെടാം. വെബ് പേജ് നമ്മളെല്ലാവരും കാണാറുള്ളതാണ്. വെബ് പേജ് എന്താ? ഒരു വെബ് പേജ് HTML യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേജാണ് വെബ് പേജ്. HTML എന്നുള്ളത് എന്താ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഈ വെബ് പേജിൽ എന്തൊക്കെ നമ്മൾ കാണാറുണ്ട്? ടെക്സ്റ്റ്, വീഡിയോസ്, അനിമേഷൻസ്, ഗ്രാഫിക്സ്, ഇമേജസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വെബ് പേജിൽ കാണാറുള്ളത്. ഇനി എന്താണ് ഒരു വെബ്സൈറ്റ്? വെബ് പേജുകളുടെ ഒരു കളക്ഷനാണ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് എന്തൊക്കെ ഉണ്ടാവും? അതിനകത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെയോ പ്രൊഡക്റ്റ്, സർവീസസ്, അതിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ ആയിരിക്കാം. ഇതിനെ എല്ലാത്തിനെയും ഈ എല്ലാ വെബ് പേജുകളും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡൊമൈൻ നെയിം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്കാണ് പ്രോട്ടോകോൾ. എന്താ ഒരു പ്രോട്ടോകോൾ? അതായത് നമുക്ക് വെബ് പേജുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഒരു 2 ഇലക്ട്രോണിക് ഡിവൈസസ് തമ്മിൽ, കമ്പ്യൂട്ടേഴ്സ് ആവാം, മൊബൈൽസ് ആവാം, ഏതെങ്കിലും 2 ഇലക്ട്രോണിക് ഡിവൈസസ് തമ്മിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് അല്ലെങ്കിൽ റെഗുലേഷൻസിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയുക. നമുക്ക് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 പ്രോട്ടോകോൾസ് ആണ് TCP/IP, അതേപോലെ തന്നെ HTTPS. TCP/IP എന്നുള്ളത് എന്താ? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. HTTP എന്നുള്ളത് നമ്മൾ എല്ലാവരും കാണാറുള്ളതാണ്. നമ്മൾ ഒരു എന്തെങ്കിലും വെബ്സൈറ്റ് എടുക്കുമ്പോഴൊക്കെ നമ്മൾ HTTP എന്നുള്ളത് കാണാറുള്ളതാണ്. എന്താ HTTPS എന്നുള്ളത്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. ഈ സെക്യൂർ ആയിട്ടുള്ള ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി മുതലെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്രസ് ബാറിൽ കാണാം HTTPS എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വെബ് സെർവർ. വെബ് സെർവർ എന്നുള്ളതൊരു കമ്പ്യൂട്ടർ തന്നെയാണ്. വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ വെബ് സെർവർ എന്ന് പറയുക. വെബ് സെർവർ ഒരു പവർഫുൾ കമ്പ്യൂട്ടറാണ്. ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു പവർഫുൾ കമ്പ്യൂട്ടറാണ് വെബ് സെർവർ. സാധാരണയായി വെബ് സെർവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് www, ഇമെയിൽ, ഇതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇനി അടുത്ത ടോപ്പിക്കാണ് ക്ലയൻറ്റ്. ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ആക്സസ് ദ സർവീസസ് മെയ്ഡ് ബൈ എ സെർവർ. ഒരു സെർവർ തരുന്ന സർവീസസ് ആക്സസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആണ് ക്ലയൻറ്റ് കമ്പ്യൂട്ടർ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഗൂഗിൾ ആക്സസ് ചെയ്യാനായിട്ട് നോക്കിയാൽ നമുക്ക് അതിനെ പറയാം. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറാണ് അതിൽ ക്ലയൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഗൂഗിൾ അതിൽ സെർവറായിട്ടും വർക്ക് ചെയ്യുന്നു. അതായത് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് ഗൂഗിൾ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ എന്തായിരിക്കും അവിടെ? ക്ലയൻറ്റും ഗൂഗിൾ അവിടെ സെർവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കമ്പ്യൂട്ടർ അവിടെ ക്ലയൻ്റ് ആയിരിക്കും, ഗൂഗിൾ സെർവറായിരിക്കും. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ ഓൺ വെബ്. കമ്മ്യൂണിക്കേഷൻ ഓൺ വെബ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2: ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഇൻ്റർനെറ്റിൽ നമ്മൾ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ചെയ്യാറുണ്ട്. അതായത് ആക്സസിങ് വെബ്സൈറ്റ്സ്, സെൻഡിങ് ഇമെയിൽസ്, ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ HTTP എന്നുള്ള പ്രോട്ടോകോൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഇതെല്ലാമാണ് യൂസ് ചെയ്യാറുള്ളത്. Communication on web is categorized as client to web server and web server to web server communication. ഇനി അടുത്തത് ഒരു കാര്യം പറയാനുള്ളത്, ഓതൻറ്റിക്കേഷൻ ആൻഡ് സെക്യൂരിറ്റി ആർ എസെൻഷ്യൽ ഫോർ കമ്മ്യൂണിക്കേഷൻ ഓവർ ഇൻ്റർനെറ്റ്. നമ്മൾ യൂസ് ചെയ്യാറുള്ള ഇപ്പോൾ ചില വെബ്സൈറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ യൂസർ നെയിമും പാസ്വേഡൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതായത് അതിൻ്റെ ഓതൻറ്റിക്കേഷനും സെക്യൂരിറ്റിയും ഒക്കെ നമുക്ക് എസെൻഷ്യലാണ്.
Authentication on the web is the process of determining whether a computer or server is the computer that is claims to be. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കമ്പ്യൂട്ടർ സെർവറിലേക്ക് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓതൻറ്റിക്കേഷൻ നമ്മൾ ചെയ്യാറുള്ളത്. സെക്യൂരിറ്റി ഷുഡ് ബി പ്രൊവൈഡഡ് ടു കമ്പ്യൂട്ടർ ഓവർ ഇൻ്റർനെറ്റ് സോ ദാറ്റ് ദി മെസ്സേജസ് ആർ നോട്ട് ഇൻ്റർസെപ്റ്റഡ് ആൻഡ് മോഡിഫൈഡ് ബൈ ദി ഹാക്കേഴ്സ്. സെക്യൂരിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇൻ്റർനെറ്റിൽ നമ്മുടെ മെസ്സേജസ് ഒന്നും ഇൻ്റർസെപ്റ്റ് ചെയ്യാതിരിക്കാനും ഹാക്കേഴ്സ് അത് മോഡിഫൈ ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ സെക്യൂരിറ്റി ഒക്കെ കൊടുക്കാറുള്ളത്. ഇനി അടുത്തത് നമുക്ക് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നമുക്കിപ്പോൾ ക്ലയൻറ്റ് കമ്പ്യൂട്ടറും ഉണ്ട്, സെർവർ കമ്പ്യൂട്ടറും ഉണ്ട്. സെർവർ കമ്പ്യൂട്ടറിലേക്ക് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്, ആക്സസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കുകയാണ് ഫ്രം ദി ക്ലയൻറ്റ് കമ്പ്യൂട്ടർ. ഇതിനെയാണ് അപ്പോൾ അവിടെ നമുക്ക് ക്ലയൻറ്റ് കമ്പ്യൂട്ടറും സെർവർ കമ്പ്യൂട്ടറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ സെർവർ കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ്. അപ്പോൾ അവിടെ ക്ലയൻറ്റും സെർവറും മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. സാധാരണയായിട്ട് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ ഓതൻറ്റിക്കേഷൻ്റെ ആവശ്യമില്ല. ദാറ്റ് ഈസ് യൂഷ്വലി ഡസ് നോട്ട് റിക്വയർ എനി ഓതൻറ്റിക്കേഷൻ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇൻ ദ കേസ് ഓഫ് ബാങ്കിങ് ഓർ ഇമെയിൽ, ബാങ്കിങ്ങിൻ്റെ കേസിലും ഇമെയിൽസിൻ്റെ ഒക്കെ കേസിലും നമ്മൾ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ എൻ്റർ ചെയ്യാറുണ്ട്. ആ കേസിൽ നമ്മൾ HTTPS എന്നുള്ളൊരു പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യാറ്. HTTPS വർക്ക് ചെയ്യുന്നത് തന്നെ SSL എന്നുള്ളൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് തന്നെയാണ് വർക്ക് ചെയ്യാറ്. ദാറ്റ് ഈസ് ബട്ട് ഇൻ ദ കേസ് ഓഫ് വെബ് ബേസ്ഡ് ബാങ്കിങ് ആപ്ലിക്കേഷൻസ് ഓർ ഇമെയിൽ സർവീസസ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്സ് ആർ റിക്വയർഡ് ടു ബി സെൻഡ് ടു ദി സെർവർ. ദിസ് ഇൻഫർമേഷൻ കനോട്ട് ബി സെൻഡ് ടു ദി സെർവർ ഇൻ പ്ലെയിൻ ടെക്സ്റ്റ് ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ്. അതായത് നമുക്ക് ഇമെയിൽസും ബാങ്കിങ് ആപ്ലിക്കേഷൻസും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസർ നെയിമും പാസ്വേഡ്സും ഒക്കെ സെർവറിലേക്ക് സെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ യൂസർ നെയിമും പാസ്വേഡും ഒരിക്കലും പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാറില്ല ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ്. ഇനി നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹാക്കേഴ്സ് മേ സ്റ്റീൽ ദി യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഇൻ സച്ച് കേസസ് വി യൂസ് HTTPS, ദാറ്റ് ഈസ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ ടെക്നോളജി ടു എൻക്രിപ്റ്റ് ദ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ആൻഡ് ദെൻ സെൻഡ് ഇറ്റ് ടു ദി സെർവർ. ഈ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ എന്നുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ സെർവറിലേക്ക് സെൻഡ് ചെയ്യാറുള്ളത്. HTTPS വർക്ക്സ് യൂസിങ് സെക്യൂർ സോക്കറ്റ് ലെയർ, ദാറ്റ് ഈസ് SSL, which provides a standard security technology for establishing an encrypted connection between computers on internet. നമ്മൾ HTTPS യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും, അതായത് യൂസർ നെയിമും പാസ്വേഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സൈറ്റുകളിൽ നമ്മൾ നോക്കുമ്പോൾ ഇൻ്റർനെറ്റിൽ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഒരു കണക്ഷൻ വരുന്നത് എൻക്രിപ്റ്റഡ് കണക്ഷൻ ആയിരിക്കും അവിടെ വരിക. അതായത് SSL ടെക്നോളജിയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. SSL പ്രൊവൈഡ്സ് സെക്യൂരിറ്റി കാപ്പബിലിറ്റീസ് ടു HTTP. സെക്യൂരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് SSL ആണ്. ഈ SSL പ്രോട്ടോകോൾ ensure privacy but also ensure that no other website can impersonate the user's login account nor alter the information sent. നമ്മൾ വേറൊരു അക്കൗണ്ടിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ SSL നമുക്ക് പ്രൈവസി മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മുടെ ലോഗിൻ അക്കൗണ്ടോ യൂസറിൻ്റെ ലോഗിൻ അക്കൗണ്ടോ ഇൻഫർമേഷൻസും എല്ലാം സെക്യൂർ ആയിരിക്കും. വേറൊരു വെബ്സൈറ്റിലേക്കും അത് സെൻഡ് ചെയ്യാവില്ല. ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് SBIയുടെ ഓൺലൈൻ വെബ്സൈറ്റാണ്. ഇതിൻ്റെ അഡ്രസ് ബാറിൽ നിങ്ങൾ ഞാൻ ഒരു ലോക്ക് ഐക്കണും അതുപോലെ HTTPSഉം ഒന്ന് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അഡ്രസ് ബാറിൽ ലോക്ക് ഐക്കണും ഉണ്ട്, HTTPS ഉണ്ട്. HTTPS എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. അത് വർക്ക് ചെയ്യുന്നത് SSL എന്നുള്ളൊരു വർക്കിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. അതായത് സെക്യൂർ ടെക്നോളജിയാണത്, സെക്യൂർ സോക്കറ്റ് ലെയർ ടെക്നോളജിയാണ്. ഇനി നമുക്ക് ഈ ലോക്ക് ഐക്കണിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്തൊരു സെക്യൂർ ആയിട്ടുള്ള ആക്സസ് വേണ്ടി മാത്രമാണ്, സെക്യൂർ ആയിട്ടുള്ള ആക്സസ് ആണെന്ന് നമുക്കൊരു ഡിസ്പ്ലേ സ്റ്റേറ്റ്മെന്റ് വരെ നിങ്ങൾ ഇങ്ങനെ ഇത് ഇനി വെബ്സൈറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് ദ വെബ് അഡ്രസ് ഇൻ ദി അഡ്രസ് ബാർ ഷുഡ് സ്റ്റാർട്ട് വിത്ത്
HTTPS also look for a lock icon on the browser's address bar. Then ഇനി നമുക്ക് അടുത്തത് ഈ ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയാണ് ക്ലയൻറ്റിൽ നിന്ന് വെബ് സെർവറിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തിരിച്ചും നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലെ ബ്രൗസർ സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കും. ഒരു സെക്യൂർ ആയിട്ടുള്ളൊരു കണക്ഷന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കും. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 1, ബ്രൗസർ റിക്വസ്റ്റ് ടു സ്റ്റാർട്ട് എ സെക്യൂർ SSI സെഷൻ. ദാറ്റ് ഈസ് സെക്യൂർ ആയിട്ടുള്ളൊരു കണക്ഷന് വേണ്ടിയിട്ടുള്ളൊരു സെഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ദെൻ സെർവർ റിട്ടേൺസ് ഈസ് SSL സർട്ടിഫിക്കറ്റ്. സെർവർ അപ്പോൾ ഒരു SSL സർട്ടിഫിക്കറ്റ് റിട്ടേൺ ചെയ്യും. SSL സർട്ടിഫിക്കറ്റ് ഓതൻറ്റിക്കേഷനും സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടാണ്. ഈ സർട്ടിഫിക്കറ്റ് ക്ലയൻറ്റ് വാല്യൂ ചെയ്യണം. റിട്ടേൺ ചെയ്തതിന് ശേഷം ക്ലയൻറ്റ് അത് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. വാലിഡിറ്റി ഓഫ് ദി സർട്ടിഫിക്കറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ സ്റ്റാർട്ട് എ എൻക്രിപ്റ്റഡ് സെഷൻ. ആ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെങ്കിൽ ദെൻ സെർവറും ബ്രൗസറും തമ്മിൽ ഡാറ്റാസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യും. ത്രൂ എ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലായിരിക്കും ഈ ഡാറ്റയെല്ലാം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഒന്നുകൂടെ പറയാം. സ്റ്റെപ്പ് 1 ബ്രൗസർ സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ്, ഒരു കണക്ഷൻ, സെക്യൂർ ആയിട്ടുള്ള ഒരു കണക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആദ്യം സെൻഡ് ചെയ്യും. ദെൻ സെർവർ ഒരു SSL സർട്ടിഫിക്കറ്റ് റിട്ടേൺ ചെയ്യും. ദെൻ റിട്ടേൺ ചെയ്തതിന് ശേഷം ആ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ക്ലയൻറ്റ് ചെക്ക് ചെയ്യും. ഈ സർട്ടിഫിക്കറ്റ് ക്ലയൻറ്റ് വാലിഡേറ്റ് ചെയ്തിട്ട് ദെൻ സ്റ്റാർട്ട് എ എൻക്രിപ്റ്റഡ് സെഷൻ. അതിൻ്റെ ഇടയിൽ ബ്രൗസർ ചെക്ക് ചെയ്യും സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ, സൈൻ ബൈ യൂസർ ട്രസ്റ്റിൽ നിന്ന് സൈൻഡ് ബൈ സമ്മൺ യൂസർ ട്രസ്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യും. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെർവറും ബ്രൗസറും തമ്മിൽ എല്ലാ ഡാറ്റാസും ഒരു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു ഫോമിൽ നമുക്കത് ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ക്ലയൻറ്റ് സെർവർ ഓതൻറ്റിക്കേഷൻ പ്രോസസ്സ് നടക്കുക. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ളൊരു ഫിഗറിൽ മനസ്സിലാവും. HTTPS ഓതൻറ്റിക്കേഷൻ ഓൺ വെബ്സൈറ്റ്, SBIയുടെ വെബ്സൈറ്റിലുള്ളതാണത്. നമുക്ക് എല്ലാവർക്കും ഓൺലൈൻ വെബ്സൈറ്റിൽ ഈ ഒരു മെത്തേഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഒരു തവണ കൂടെ നമുക്ക് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റെപ്പുകളൊന്നും കൂടെ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ബ്രൗസർ സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് വെൻ ദി ബ്രൗസർ റിക്വസ്റ്റ് ഫോർ എ സെക്യൂർ വെബ് പേജ്, ദ സെർവർ ഫസ്റ്റ് റിട്ടേൺസ് ഇറ്റ്സ് SSL സർട്ടിഫിക്കറ്റ്. ആദ്യം തന്നെ നമ്മൾ ഒരു സെക്യൂർ കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള റിക്വസ്റ്റ് ബ്രൗസറിൽ നിന്ന് സെർവറിലേക്ക് കൊടുക്കുകയാണ്. Then the browser verifies whether this certificate is valid by checking it with the corresponding certification authority. ഒരു സർട്ടിഫിക്കേഷൻ അതോറിറ്റി വഴി നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്ന് ബ്രൗസർ വെരിഫൈ ചെയ്യും. അടുത്ത സ്റ്റെപ്പിൽ ദി സർട്ടിഫിക്കേഷൻ അതോറിറ്റി സർട്ടിഫൈഡ്സ് വെദർ ആൻഡ് SSL സർട്ടിഫിക്കറ്റ് ഗിവൺ ടു ഇറ്റ് ഈസ് എ വാലിഡ് വൺ. സർട്ടിഫിക്കേഷൻ അതോറിറ്റി ഈ സർട്ടിഫിക്കറ്റ്, ഈ SSL സർട്ടിഫിക്കറ്റ്, സെക്യൂർ സോക്കറ്റ് ലൈസ് സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ദിസ് ഈസ് ആൻ അഷുറൻസ് ദാറ്റ് ദ പർട്ടിക്കുലർ വെബ്സൈറ്റ് ഈസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഇറ്റ് ക്ലെയിംസ് ടു ബി. ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ അതോറിറ്റി വഴി ചെക്ക് ചെയ്തതിന് ശേഷം ഈ വെബ്സൈറ്റ് ഓർഗനൈസേഷൻ തന്നെ, നമ്മുടെ കറസ്പോണ്ടിങ് ഓർഗനൈസേഷൻ തന്നെ ക്ലെയിം ചെയ്തതാണോ എന്ന് അഷുർ ചെയ്യും. ദെൻ if SSL certificate is valid, the browser start an encrypted session. ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെങ്കിൽ ദെൻ ബ്രൗസർ ഒരു എൻക്രിപ്റ്റഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്യും. എൻക്രിപ്റ്റഡ് സെഷൻ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാം. During this session, browser and the server encrypted all the transmitted data. ഈ സെഷൻ കഴിഞ്ഞ് ഈ സെഷനിൽ നമ്മുടെ ബ്രൗസറും സെർവറും തമ്മിൽ എല്ലാ ഡാറ്റാസും, എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റാസും ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി എൻക്രിപ്റ്റഡ് ഡാറ്റയും നോർമൽ ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. സപ്പോസ് ഇപ്പം നമുക്ക് ഇവിടെ നോക്കാം. നോർമൽ ഡാറ്റ എന്നുള്ളത് എനിക്ക് സെൻഡ് ചെയ്യേണ്ടത് അസറ്റ് എന്നുള്ളൊരു വേർഡാണ്. അത് എൻക്രിപ്റ്റഡ് ആയിട്ട് ഞാൻ വേറൊരു ഫോമിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ആ പിക്ചറിൽ തന്നെ കാണാം. നോർമൽ ഡാറ്റ അസറ്റ് ഞാൻ എൻക്രിപ്റ്റഡ് കോഡായിട്ട് വേറൊരു ടൈപ്പിൽ എഴുതി. ഇങ്ങനെയാണ് ഈ അസറ്റ് എന്നുള്ള വേർഡ് ഞാൻ എൻക്രിപ്റ്റഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം എൻക്രിപ്റ്റഡ് ഡാറ്റയായിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഹാക്കേഴ്സിന് നമ്മൾ പറഞ്ഞു എന്തിനാണ് നമ്മൾ ഈ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നത്? SSL സർട്ടിഫിക്കറ്റ് എന്തിനാണ്? സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്
വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻക്രിപ്റ്റഡ് ഡാറ്റ യൂസ് ചെയ്യുന്നത്. അതായത് ഹാക്കേഴ്സ് ഹാക്ക് ചെയ്താൽ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡാറ്റാസ് എല്ലാം എൻക്രിപ്റ്റഡ് ആണ്. ഇപ്പോൾ അസറ്റ് എന്നുള്ളത് വേറൊരു ഫോമിലേക്ക് ഒരു ഡീകോഡ് ചെയ്തിട്ട് വേറൊരു കോഡിംഗ് ഫോമിലേക്ക് നമ്മൾ മാറ്റുന്നതാണ് എൻക്രിപ്റ്റഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? എൻക്രിപ്റ്റഡ് ഡാറ്റ എന്ന് പറയാം. Our next communication is web server to web server communication. First communication നമ്മൾ client to web server ആണ് പറഞ്ഞത്. അവിടെ ഒരു client കമ്പ്യൂട്ടറും ഒരു സെർവർ കമ്പ്യൂട്ടറും തമ്മിലായിരുന്നു കണക്ഷൻ, സെക്യൂർ ആയിട്ടുള്ള ഒരു കണക്ഷൻ ബൈ യൂസിങ് HTTPS ആൻഡ് SSL ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ client to server communication പോസിബിൾ ആയി. നെക്സ്റ്റ് വൺ ഈസ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാകും, ഇതൊരു ഓൺലൈൻ ട്രേഡിംഗ് പ്രോസസ്സിന്റെ എൻഡ് ടു എൻഡ് ഫിഗറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് ഫിഗറിൽ നമുക്ക് പറയുന്നത്, ആദ്യം യൂസർ ഒരു ഓർഡർ പ്ലേസ് ചെയ്യും. യൂസർ ഒരു മെർച്ചന്റ് വെബ് സെർവറിലേക്ക്, അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു മർച്ചന്റ് സെർവറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യും. ദെൻ മർച്ചന്റ് സെർവർ പേയ്മെന്റ് ഗേറ്റ്വേയിലേക്ക്, ഏത് വഴിയാണ് നമ്മൾ ഓൺലൈനിൽ പേ ചെയ്യുന്നത് അവിടേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കും, റിക്വസ്റ്റ് ടു പേയ്മെന്റ് ഗേറ്റ്വേ. ദെൻ റിക്വസ്റ്റ് ഏത് ബാങ്ക് സെർവറിലേക്കാണോ അങ്ങോട്ട് പാസ് ചെയ്യും. വെബ് സെർവറിൽ നിന്ന് പേയ്മെന്റ് ഗേറ്റ്വേയിൽ നിന്ന് ബാങ്ക് സെർവറിലേക്ക് റിക്വസ്റ്റ് കൊടുക്കും. ദെൻ ബാങ്ക് സെർവർ അക്കൗണ്ടിലേക്ക്, അതായത് മർച്ചന്റിന്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അതിനോടൊപ്പം തന്നെ ബാങ്ക് പേയ്മെന്റ് ഗേറ്റ്വേയിലേക്ക് തിരിച്ചും ഒരു റെസ്പോൺസ് കൊടുക്കും. ദെൻ പേയ്മെന്റ് ഗേറ്റ്വേ മെർച്ചന്റ് സെർവറിലേക്കും ഒരു റെസ്പോൺസ് കൊടുക്കും. ദെൻ മർച്ചന്റ് വെബ് സെർവറിൽ നിന്ന് യൂസറിലേക്കും ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഓൺലൈനിൽ നമുക്ക് സെർവറിൽ നിന്ന് സെർവർ, അവിടെ നമുക്ക് ബാങ്കിന്റെ സെർവറും വരുന്നുണ്ട്, മർച്ചന്റിന്റെ സെർവർ വരുന്നുണ്ട്. അങ്ങനെ സെർവറിൽ നിന്ന് സെർവറിലേക്കുള്ള ഒരു കണക്ഷൻ പോസിബിൾ ആയിരുന്നത്. ഒന്നുകൂടി ഈ ഫിഗറിലേക്ക് നമുക്ക് പറയാം. ഇവിടെ ഞാൻ മർച്ചന്റ് സെർവറിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇവിടെ ആമസോൺ ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഈ മർച്ചന്റ് സെർവർ ആമസോണും പേയ്മെന്റ് ഗേറ്റ്വേ ആയിട്ട് ഗൂഗിൾ പേയും, അതേപോലെ തന്നെ ഗൂഗിൾ പേ ആയതുകൊണ്ട് തന്നെ ബാങ്ക് സെർവർ ആയിട്ട് പറയുന്നത് SBI ആണെങ്കിൽ, എക്സാമ്പിൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആദ്യം യൂസർ ആമസോണിലേക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്യാണ്. ഓൺലൈനിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഓർഡർ പ്ലേസ് ചെയ്തു. ദെൻ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മണി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഗൂഗിൾ പേ ആണ്. ഗൂഗിൾ പേ വഴി മണി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് മർച്ചന്റ് സെർവറിൽ നിന്ന് ഗൂഗിൾ പേയിലേക്ക് ഒരു റിക്വസ്റ്റ് പോകും. ദെൻ റിക്വസ്റ്റ് ഗൂഗിൾ പേയിൽ നിന്ന് SBIയുടെ ബാങ്ക് സെർവറിലേക്ക് പാസ് ചെയ്യാണ്. SBIയുടെ ബാങ്ക് സെർവറിലേക്ക് റിക്വസ്റ്റ് പാസ് ചെയ്യാണ്. ദെൻ ബാങ്ക് സെർവർ നമ്മുടെ അക്കൗണ്ടിൽ, യൂസറിന്റെ അക്കൗണ്ടിൽ ഇതിനുള്ള സഫീഷ്യന്റ് ബാലൻസ് ഉണ്ടോ എന്ന്, മണി പേ ചെയ്യാനുള്ള ബാലൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മർച്ചന്റിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യും. അതിനോടൊപ്പം ഗൂഗിൾ പേയിലേക്ക് ഒരു റെസ്പോൺസും തിരിച്ചു കൊടുക്കും. ദെൻ ഗൂഗിൾ പേ അവിടെ നിന്ന് മർച്ചന്റിന്റെ സെർവറിലേക്കും ഒരു റെസ്പോൺസ് പാസ് ചെയ്യും. ഗൂഗിൾ പേ ആ റെസ്പോൺസ്, ബാങ്ക് സെർവറിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ് ഗൂഗിൾ പേ മർച്ചന്റിന്റെ സെർവറിലേക്കും, അതായത് ആമസോണിന്റെ സെർവറിലേക്കും റെസ്പോൺസ് തിരിച്ചു കൊടുക്കും. ദെൻ മർച്ചന്റ് സെർവർ, അതായത് ഇവിടെ ആമസോൺ സെർവർ യൂസറുടെ സെർവറിലേക്കും റെസ്പോണ്ട് പാസ് ചെയ്യുമ്പോഴാണ് അവിടെ പേയ്മെന്റ് സക്സസ്ഫുൾ എന്നുള്ളൊരു മെസ്സേജ് അവിടെ വരും. അതേപോലെ ബാങ്കിൽ നിന്ന് യൂസറിലേക്കും ഒരു മെസ്സേജ് അവിടെ വരും. ഇങ്ങനെയാണ് വെബ് സെർവറിൽ നിന്ന് വെബ് സെർവറിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒന്നുകൂടി ഇതിന്റെ സ്റ്റെപ്പുകൾ നോക്കാം. വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് സെർട്ടൈൻ വെബ് ആപ്ലിക്കേഷൻസ് ആവശ്യമാണ്. വെബ് സെർവറിൽ നിന്ന് സെർവർ ആകുമ്പോൾ ഇറ്റ്സ് ഓൾസോ മേ റിക്വയർ ഇൻ സെർട്ടൈൻ വെബ് ആപ്ലിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, ദി വെബ് സെർവർ ഓഫ് ആൻ ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ്, നമ്മളിവിടെ പറഞ്ഞത് ആമസോൺ ആണ്. ദ സെല്ലർ ഓർ മർച്ചന്റ് ഓൺ ഇന്റർനെറ്റ് നീഡ്സ് ടു സെൻഡ് എ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ടു ദി ബാങ്ക് വെബ് സെർവർ ആൻഡ് വൈസ് വേഴ്സ. ബാങ്കിൽ നിന്ന് മർച്ചന്റിലേക്കും സെർവറിലേക്കും, അതുപോലെ നേരെ തിരിച്ചുമുള്ള ഇൻഫർമേഷൻസ് എല്ലാം പാസ് ചെയ്യണം. അങ്ങനെയുള്ളൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ സച്ച് കേസസ് ദ വെബ് സർവീസ് ഓഫ് ദി മർച്ചന്റ് ആൻഡ് ദി ബാങ്ക് ആർ ടു ബി ഓതന്റിക്കേറ്റഡ്. ഇങ്ങനെയുള്ള വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനിലും നമുക്ക് എന്ത് വേണ്ടി വരും?
ഓതന്റിക്കേഷൻ അവിടെ ആവശ്യമാണ്. നിങ്ങളെല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ടിങ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അവിടെ ഓതന്റിക്കേഷൻ, അതായത് യൂസർ നെയിമും പാസ്വേഡും എല്ലാം ആവശ്യമാണ്. ദെൻ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് ഹെൽപ്പ് ടു വെരിഫൈ വെദർ ദി ഡാറ്റ റിസീവ്ഡ് ഈസ് ഫ്രം ദി ആക്ച്വൽ സെർവർ ഇറ്റ്സെൽഫ്. അവിടെ നമുക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ്? ആക്ച്വൽ സെർവറിൽ നിന്ന് തന്നെയാണോ ഈ ഡാറ്റ റിസീവ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാനായിട്ട്. Then once the servers are authenticated, the servers communicate using encrypted data. ഒരിക്കൽ ഓതന്റിക്കേഷൻ സെർവറായിട്ട് നടന്നു കഴിഞ്ഞാൽ ദെൻ സെർവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ എൻക്രിപ്റ്റഡ് ഡാറ്റ ഫോമിലായിരിക്കും. ദ പേയ്മെന്റ് ഗേറ്റ് വേ ഈസ് എ സെർവർ ദാറ്റ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ മർച്ചന്റ് സെർവർ ആൻഡ് ബാങ്ക് സെർവർ ആൻഡ് ട്രാൻസ്ഫേഴ്സ് മണി ഇൻ ആൻ എൻക്രിപ്റ്റഡ് ഫോർമാറ്റ് whenever an online payment or money transfer is made. നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളവിടെ പറഞ്ഞ സെർവർ, അതായത് മർച്ചന്റ് സെർവർ നമ്മളവിടെ ആമസോൺ ആയിട്ടും ബാങ്ക് സെർവർ SBI ആണ്. അതിൻ്റെ ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് അവിടെ പേയ്മെന്റ് ഗേറ്റ് വേ, അതായത് നമ്മളിവിടെ യൂസ് ചെയ്തത് നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞത് ഗൂഗിൾ പേ ആയിരുന്നു. അതിനകത്തൊരു ബ്രിഡ്ജ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇന്നെടുത്ത എല്ലാ പോർഷൻസും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്.